ഭവനണി എന്ന് കൊച്ചിലെ വിളിക്കുമായിരുന്നു നമ്മുടെ അളിയൻ. പുള്ളിയൊക്കെ ആയിരുന്നു തുടക്കത്തെ കൊച്ചുനാളിലെ ഒരുമിച്ച് കളിച്ചത്. അതേ സമയത്ത് ഭവനണി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. പിന്നെ അതങ്ങ് ഇതായി ഒരുപാട് പേര് പിന്നെ കളിയാക്കി തമാശയ്ക്ക് വിളിക്കുന്നവരുണ്ട്, കളിയാക്കില്ല. അതൊക്കെ പിന്നെ കൂടി ഭവനണി സാറിനുള്ളത് ഒരു ബോബ് ആന്റണി ലുക്ക് തന്നെ നോക്കി. പക്ഷേ ഷൂവ് മറ്റേ കോട്ട്, അപ്പോൾ ആളുകൾ കളിയാക്കാറുണ്ട് അങ്ങനെ ബാബു ആന്റണി ഒരു വേഷമായിട്ട് അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം എന്താ പറയുന്നത്, ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ബാബു ആന്റണിയാണ്. അത്രയ്ക്കും ഇഷ്ടമാണ് ബാബു ആന്റണി എന്ന നടനോട്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എത്രാമത്തെ വയസ്സ് മുതലാണ് ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ധരിച്ച് ഇവിടെ അങ്ങനെ? ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, ആ സമയത്ത് അവിടെ തൊട്ടേ ഭവനണി എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ ആവേശമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ചന്ത, കമ്പോളം, ബോക്സർ, ദാദ, അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ടല്ലേ. പിന്നെ അറേബ്യൻ, പിന്നെ അദ്ദേഹം സുരേഷ് ഗോപി സാറും ലാലേട്ടനും പിന്നെ ഭവനണി സാറോട് അദ്ദേഹത്തോട് അഭിനയിച്ച നാടോടി, അങ്ങനെ എന്താ പറയുന്നത്, പൂവിന് പുതിയ പൂന്തൻ എന്ന് പറഞ്ഞ പ്രത്യേക രീതിയിൽ അഭിനയിച്ച പിന്നെ അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് ഏറ്റവും സെറ്റായ സിനിമയാണ് ചിലമ്പ് എന്ന് പറഞ്ഞ ചിത്രം. അദ്ദേഹത്തെ ഫൈറ്റായിട്ട് ഒരു ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ അദ്ദേഹം വലിയ എന്താ പറയുന്നത്. എത്രാമത്തെ വയസ്സ് മുതലാണ് ഇങ്ങനെ ഈ വേഷം അദ്ദേഹത്തിന്റെ പോലെ മുടിയും സ്റ്റൈലും കോട്ടും സ്യൂട്ടൊക്കെ? അല്ല, നമ്മള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ വരെ നമ്മള് ക്രിക്കറ്റ് നടക്കുന്ന സമയമുണ്ടല്ലേ, ആ സമയത്ത് തന്നെ നമ്മൾ ഈ മുടിയൊക്കെ വളർത്തി എല്ലാവരും പറയാം ഭവനണി എന്ന് പറയുമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. കാരണം ആ മുടി സ്റ്റൈൽ എന്ന ആൾ ഹിറ്റായ സമയത്ത് എല്ലാവരും മുടി വളർത്തിയിട്ട് ഇങ്ങനെ സ്റ്റൈല്, ഈ ഒരു സാധനമാണ് പുള്ളിക്കാരൻ്റെ സെറ്റാണ്, ഭയങ്കരമാണ്. പക്ഷെ അന്ന് കുറച്ച് പേര് ആ ട്രെൻഡിനൊപ്പം പിന്നെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ആളുണ്ടെന്നുള്ളത് ഇപ്പോഴും പറയത്തില്ലേ, ഇപ്പോഴും അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇറങ്ങിയ RDX എന്ന സിനിമയിൽ അതിലെ ആ ഒരു ഫൈറ്റ്, നഞ്ചക്ക്, ഇപ്പോഴും നമ്മൾ നഞ്ചക്ക് എന്നൊക്കെ പറയുന്ന മാർഷൽ ആർട്സ് സംഭവമൊക്കെ ചെയ്യുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. മലയാള സിനിമ, എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ബ്രൂസ് ലീ തന്നെയാണ് അദ്ദേഹം. കരാട്ട പട്ടം നേട്ടിയുള്ള വളരെ അപൂർവം ചില നടന്മാരുടെ വ്യക്തിയാണുള്ളത്. പിന്നെ ആക്ഷൻ കരോട്ട അറിയോ? കരോട്ട അദ്ദേഹത്തിൻ്റെ സിനിമകളെ കണ്ടിട്ടുള്ളൊരിതും, പിന്നെ നമ്മുടെ ഒരു മാഷുണ്ട് ഷാജഹാൻ സാർ, ഡോക്ടർ, അദ്ദേഹം കുറച്ചൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇനി അത് എന്താ പറയുന്നത്, കുറച്ചുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭവനണി സാറ് ഭയങ്കരമാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഓരോ ഷൂട്ട് എടുക്കുന്ന പഞ്ചൊക്കെ തന്നെ നമ്മൾ എന്താ പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിനോടുള്ള ആരാധനയുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും, പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും, അതിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ വീഡിയോ ആയിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കണക്കുള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെ മകനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. അന്നേരം അത് കാണാനുള്ള അത് പിന്നെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ഉണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട് കാണാമെന്നുള്ളത്.